എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഐദർ അല്ലെങ്കിൽ ഈദർ എന്ന് പറയാം, നൈദർ അല്ലെങ്കിൽ നീദർ എന്ന് പറയാം. ഇതൊന്ന് നോക്കാം. ഇതിലേതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും അറിയാമായിരിക്കും അല്ലേ? നോക്കിയാലോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സസൈസ് പറഞ്ഞു പോകുമ്പോൾ അപ്പോൾ പറയാം. അതിനോടൊപ്പം ഐദർ എന്ന് പറഞ്ഞാൽ രണ്ടിലൊന്ന്, ഓരോന്നും എന്നൊക്കെ പറയാം. മലയാളത്തിൽ പല തരത്തിൽ അതിന് അർത്ഥം പറയാൻ പറ്റും. എന്നാലും പ്രാഥമികമായിട്ട് നിങ്ങൾക്ക് അറിയാം അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരിക. നൈദർ എന്ന് പറഞ്ഞാൽ അതുമല്ല ഇതുമല്ല, അതുമല്ല ഇതുമല്ല, രണ്ടിൽ ഒന്നുമല്ല, അതാണ് നൈദർ. അതുപോലെ ഐദർ ഓർ, നൈദർ നോർ, അങ്ങനെയും വരും. നോക്കാം അല്ലേ? I tried 2 jackets, but neither the right size. അവിടെ എന്ത് വേണം? Neither was the right size. കാരണം neither വരുമ്പോൾ സിംഗുലർ ആണ് വേണ്ടത്, അതാണ് was. ഓരോന്നിൻ്റെ കാര്യം പറയണത്. ഓക്കെ, സോ ഐ ട്രൈഡ് 2 jackets, but neither was the right size. Did you read the 2 books? Yes, but രണ്ടും കാര്യം ഉണ്ടായിരുന്നില്ല. അതിലേതായാലും കാര്യം ഉണ്ടായിരുന്നില്ല ഓരോന്നും. Neither was interesting, but neither was interesting. Neither Raju nor Reena was at home. നിങ്ങൾ കിടലിനായിട്ട് പറയും. Neither Raju nor Reena was at home. I could see the boy, the ball. ബോളും ആൺകുട്ടിയെയും കാണാൻ കഴിയുന്നില്ല. I could see അതൊരു പോസിറ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും neither ആണ് വേണ്ടത്. I could see neither the boy nor the ball. You can eat fish, meat. We have both. You can either eat fish or meat. We have both. You can either eat fish or meat. We have both. The 2 boys, രണ്ട് ആൺകുട്ടികളെ കുറിച്ചാണോ? No, I haven't seen. എന്താണ് വരിക? I haven't seen either of them. കാരണം I haven't seen പിന്നെ പോസിറ്റീവ് ആയിരിക്കണം. Either of them. I haven't seen, then either of them. Neither അല്ല. There were 6 or 7 ties, but ഒന്നും എനിക്ക് സൂട്ടായില്ല. ടൈ ആണ് പറയണത്, ടൈസ്. പക്ഷെ ഒന്നും എനിക്ക് സൂട്ടായില്ല. അവയൊന്നും. None of them suited me. There were 6 or 7 ties, but none of them suited me. Your brother left a week ago, but he has phoned. എഴുതിയിട്ടുമില്ല, ഫോൺ ചെയ്തിട്ടുമില്ല. He has neither written nor phoned. He has ആണ്. അപ്പോൾ neither written nor phoned. Your brother left a week ago, but he has neither written nor phoned. എഴുതിയിട്ടുമില്ല, ഫോൺ ചെയ്തിട്ടുമില്ല. She gave me 2 books for my birthday,
but I haven't read yet. I haven't read either yet. I haven't read either yet. അതിൽ അതും ഇതും രണ്ടിൽ ഒന്നും വായിച്ചിട്ടില്ല. She gave me 2 books for my birthday. I haven't read either yet. ഇതാണ് either or, neither nor. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മറ്റ് കിടിലൻ വിശേഷങ്ങളുമായിട്ട് കാണാം. താങ്ക് യു. ടേക്ക് കെയർ. സ്റ്റേ ഓസം.